ലൈക്ക് തയ്പ്പിച്ച് നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങാം. കണ്ട അതിൻ്റെ കണ്ണ് കണ്ട സൂപ്പറാണ് പടം സൂപ്പർ. വേറെ ഒന്നും പറയാനില്ല. 500 വർഷമുണ്ട്. 500 വർഷം ചത്ത് രജനീകാന്തൊക്കെ വന്ന് തട്ടുമ്പോൾ 50 പേര് തെറിക്കുന്നത് കാർ തെറിക്കുന്നൊന്നുമില്ല. തമിഴ്നാട്ടിലെ ടിക്കറ്റ് ഇല്ല. தமிழ்நாட்டிலேருந்து தலை பேண்ட்ஸ், அதனால் இங்கே வந்து கேரளா தேடி வந்தோம். ஆன்லைன் புக்கிங்கு போட்டுட்டு இங்கே வரோம். தமிழ்நாட்டில் டிக்கெட் இல்லை. லைக்கு தைப்பிச்சு அவ்வளோவாட்டம் இல்லை. 2 வருஷம் கழிச்சு இறங்கணும், நல்லா இருக்குன்னு வந்தோம். அவ்வளோ ஒர்த்து இல்லை. ஆனால் சூப்பர்ண்ணா படம் சூப்பர். ആക്ഷൻ ഫുള്ള് ആക്ഷനാണ്. ചത്ത് വേറെ ഒന്നും പറയാനില്ല. 500 വർഷമുണ്ട്. 500 വർഷം. ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന ഫീൽ ഉണ്ടായിരുന്നു. ஃபர்ஸ்ட் ஆஃப் சூப்பர். செகண்ட் ஆஃப் மட்டும் கொஞ்ச நேரம் லேக் ஆனது. அது மட்டும் இந்த மியூசிக் எல்லாமே நடந்தது. സിനിമ നമ്മളെ മകിഴ് തിരുമേനിൻ്റെ മുമ്പത്തെ പടം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആവറേജ് ലെവലേ ഉള്ളൂ. പക്ഷേ തലേനെ മുമ്പ് ഇറങ്ങിയ 2 പടം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്. ഒരു ആവറേജ് ഫീൽ നമുക്ക് തോന്നിയുള്ളൂ. കുറച്ച് സ്ലോനെസ്സിൽ ലാഗുണ്ട്. അത് അങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. അത് ആ ഫിലിമിൻ്റെ ഒരു ജോണർ നേച്ചർ പോലെയാണ് വരുന്നത്. സിനിമ ഫസ്റ്റ് ഹാഫ് നല്ല ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് അതേപോലെ തന്നെ ലാഗും ഉണ്ട്. പിന്നെ നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങാം. കണ്ട അതിൻ്റെ കണ്ണ് കണ്ട അത്രയ്ക്ക് കിടന്ന് ഉറങ്ങാം. ബീജം നല്ല കിടലാണ്. അനിരുദ്ധ് പൊളിച്ചടിക്കും. പക്ഷേ പടം തിയേറ്ററിൽ കാണാനുള്ള ഇതില്ല. പുള്ളിയുടെ ഹാൻഡ്സം ലുക്ക്, പുള്ളിയുടെ സ്വാഗ്, പുള്ളിയുടെ ക്യൂട്ട്നെസ് എല്ലാം ഉണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പുള്ളി ഷേവൊക്കെ ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അല്ലാതെ പുള്ളിയുടെ ഫൈറ്റ് വരുമ്പോൾ ഉള്ള ഒരു സ്വാഗ്. ഫസ്റ്റ് ഹാഫ് ക്ലാസ്, സെക്കൻഡ് ഹാഫ് മാസ്. ஸ்டோரி லவ் மூவி நல்லா இருந்துச்சு. ஒய்ஃப் லவ் ஆக்ஷன் த்ரில்லர் பேஸ்ட் ஆஃப் லவ். பட் செமையா இருந்துச்சு. ஃபர்ஸ்ட் ஹாஃப் வந்து என்ன பண்ண யோசிச்சேன். செகண்ட் ஹாஃப் வச்சு ஆக்ஷன் ஃபுல் அஜித் குமார் ஆக்ஷன் செமையா இருந்துச்சு. எல்லாம் ட்விஸ்ட் மேலே ட்விஸ்டாக இருந்துச்சு. ரொம்ப நல்லா இருந்துச்சு. രജനീകാന്തൊക്കെ വന്ന് തട്ടുമ്പോൾ 50 പേര് തെറിക്കുന്നത് കാർ തെറിക്കുന്നൊന്നുമില്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാരിസൺ നൈസായിട്ട് സാധനം എടുത്തിട്ടുണ്ട്. സ്റ്റോറി വൈസ് ഒക്കെ ഓക്കെയാണ്. പക്ഷേ കണ്ടുപറ സ്റ്റോറിയിൽ നല്ല രീതിയിൽ എടുക്കായിരുന്നു. അതിനെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആക്കി കണ്ടു മറന്ന് തന്നെ മൊത്തം പേര്. മ്യൂസിക് ആണെങ്കിലും സെയിം മ്യൂസിക്കാണ് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ക്ലൈമാക്സ് മൊത്തം ഒരു പാട്ടാക്കി അങ്ങിട്ട് മാറ്റി കളഞ്ഞു. ഒരു ആവറേജ് ഫീലേ ഉള്ളൂ. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അത്രയും ഉണ്ടായിരുന്ന ഒരു സംഭവത്തിനെ മൂവി ആക്കിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല ലാഗുണ്ട്, നല്ല രീതിക്ക് ലാഗുണ്ട്. പക്ഷേ അജിത്തിൻ്റെ ഒരുപാട് നാളിന് ശേഷം വന്നൊരു മൂവി ആയതുകൊണ്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് കണ്ടിരിക്കാൻ അത്രേ ഉള്ളൂ. ആക്ഷൻസ് ഉണ്ട്, പക്ഷേ ഇത് കൈൻഡ് ഓഫ് ഒരു ഫാമിലി ബേസ് വന്നിട്ടൊരു ഫാമിലി മൂവിയാണ്. ആക്ഷൻ ഉണ്ട്, പക്ഷേ അതൊക്കെ ലാഗായിരുന്നു. BGM ഒക്കെ ലാസ്റ്റ് മറ്റേ വിടാമുയർച്ചി തീം മ്യൂസിക് ഒക്കെ അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ എന്നാലും ആ മെയിൻ ആ സ്റ്റോറി ആണല്ലോ വൺ ലാഗായിരുന്നു.